ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാനിതാ വീണ്ടും പുതിയൊരു വ്ളോഗായിട്ട് വന്നിക്കാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരുങ്ങി കെട്ടി എങ്ങടാണ് സാപ്പി നമ്മൾ പോകുന്നത്? ആരിനെ? എന്നെ. നമ്മള് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോ ബസ്സിലേ അപ്പൊ നമ്മള് ഡോക്ടറിനെ കാണാൻ പോവാണ് ഗൈസ്. എന്താ എന്റെ അസുഖം എന്ന് വെച്ചാല് മെന്റൽ ഒന്നല്ല കേട്ടോ, അതിന് ഞാൻ ഓൾറെഡി ചികിത്സിക്കുന്നുണ്ട് സാപ്പിയുടെ കൂടെ. ഞാനും സാപ്പി ഒരുമിച്ചാ പോണതൊക്കെ. അപ്പൊ എനിക്കിപ്പോ ഭയങ്കര അലർജി കൂടുതലാണ്. തുമ്മിയിട്ട് ലതോ വയ്യാണ്ടാവും അമ്മക്ക്. അപ്പൊ തീരെ വയ്ക്കണില്ല തുമ്മിയിട്ട്. അപ്പൊ നമ്മളിന്ന് ഡോക്ടറിനെ കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. തുമ്മല് മാത്രല്ല, ചുമണ്ട്. ഓരോ സമയം ഓരോന്നാണ്. ഇപ്പൊ പിന്നെ കാറ്റുകാലും മഞ്ഞുകാലും എല്ലാം കൂടി എന്താണ് ക്ലൈമറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സമയം. അതുകൊണ്ട് രാവിലെ തന്നെ എണീക്കുമ്പോ തുമ്മിയിട്ടാണ്. രാത്രി പിന്നെ കെടുക്കാനേ പറ്റണില്ല. അതാണ് അവസ്ഥ. ഇങ്ങനൊക്കെ അലർജി വരുന്ന സമയത്ത് സാധാരണ മരുന്ന് കഴിച്ച് കിടന്ന കുറയാറുണ്ട്. പക്ഷെ ഇപ്പൊ മരുന്ന് കഴിച്ച് ഇത്ര നേരം അങ്ങോട്ട് ഉറങ്ങാൻ പറ്റണില്ലല്ലോ നമുക്ക് പണ്ടത്തെ പോലെ. ഇപ്പൊ ആമ്പറുള്ള കാരണം റെസ്റ്റ് എടുക്കാൻ പറ്റാത്തോണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഇപ്പൊ അലർജി ബാധിക്കുന്നുണ്ട്. കുറച്ച് നാള് മുന്നേ മരുന്നൊക്കെ കഴിച്ച് മാറിയതായിരുന്നു. ഇപ്പൊ നല്ല കൂടിയേക്കല്ലേ വീട്ടില്. അവന് പറയണത് നിങ്ങൾ കേക്കണം. ഞാൻ പറഞ്ഞ മാത്രം പോരാ അല്ലേ? വീട്ടില് ഞാനിപ്പോ തുണി, അതായത് ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് കാലം കുറയിട്ടുണ്ടാവും. ഉമ്മ മടക്കി വെക്കും, ഞാനത് എടുത്തു വെക്കും. അങ്ങനെയാണ്. സാപ്പിയുള്ള ദിവസം സാപ്പി മടക്കി തരും. അപ്പൊ അത്രയും പൊടി പറ്റാണ്ടായി. ശരിക്കും ശ്വസിക്കുമ്പോ എനിക്ക് പൊടി ശ്വസിക്കണ പോലെ തോന്നുക അല്ലേ? അങ്ങനെ നിനക്കറിയാ തലാട്ടി അല്ലാട്ടോ. അങ്ങനെ പൊടിയുള്ള സ്ഥലത്ത് ഞാൻ അപ്പൊ തന്നെ തുമ്മും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു, സാപ്പി കുറെ നാളായിട്ട് പറയണോ ഡോക്ടറെ കാണാൻ പോവാന്ന്. ഞാൻ പിന്നെ മാറി വെച്ചിട്ടിരിക്കുകയാണ്. ഇപ്പൊക്ക് തീരെ പറ്റാണ്ടായി. അപ്പൊ നമ്മള് ഡോക്ടറെ കാണാൻ പോവാണ് ഗൈസ്. ഞാനിപ്പോ കാണാൻ പോണ ഡോക്ടറിന് ഇതുപോലെ ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് നാള് മരുന്ന് കഴിച്ചപ്പോ നല്ല മാറിയതായിരുന്നു. പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞ സമയത്താണ് എനിക്ക് ഒന്നും കൂടി അലർജി നല്ലോണം കൂടി വരാൻ തുടങ്ങിയത് കേട്ടോ. അപ്പൊ 13 ആയിരുന്നു നമ്മുടെ ടോക്കൺ നമ്പർ ഉണ്ടായിരുന്നത്. പക്ഷെ തിരക്കുണ്ടായിരുന്നില്ല ഭാഗ്യത്തിന് ഞാൻ ചെന്ന സമയത്ത്. ആംബ്രൂൻ സാപ്പി അവിടെ നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങോട്ട് കേറുന്നില്ല. ആംബ്രൂന് ഇത് ഡോക്ടറിന്റെ ഒരു ഏരിയ ആണെന്ന് മനസ്സിലായിക്കണം. പിന്നെ ഞാൻ ഒരാളെ അകത്തുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കയറി കാണിച്ചു കേട്ടോ. ആംബ്രു സാപ്പി ഇതാ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് സാപ്പി വരാന്ന് പറയുമ്പോൾ അവ അങ്ങോട്ട് തള്ളി കൊണ്ടുപോവാണ്. അങ്ങനെ ഡോക്ടറിനൊക്കെ കണ്ടിതാ നമ്മള് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഡോക്ടർ എന്നെ കണ്ട വഴിക്ക് പരിശോധിച്ച് നോക്കിയപ്പോൾ പറഞ്ഞു അലർജി നല്ലോണം കൂടിയേക്കാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത്. 5 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഡോക്ടർ. പിന്നെ ഇതാ നമ്മള് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മരുന്ന് കഴിക്കാൻ തീരെ ഇഷ്ടമല്ല കേട്ടോ, പ്രത്യേകിച്ച് ഈ അലർജിയുടെ. കാരണം കുറച്ച് വലിയ ഗുളികയായിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര കയ്പുമായിരിക്കും കേട്ടോ. അങ്ങനെ ഒരു ലോഡ് മരുന്ന് ഡോക്ടർ എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. പിന്നെ മൂക്കില് സ്പ്രേ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമ്മള് നേരെ വടക്കാഞ്ചേരിക്കാണ് പോണത്. അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കണ്ട് ഇനി നേരെ, ഞാൻ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു റെന്റലിന്റെ ഷോപ്പ് നമ്മുടെ ഇവിടെ വടക്കാഞ്ചേരി വന്നത്. അപ്പൊ അങ്ങോട്ട് പോവാട്ടോ. കാരണം എന്റെ ബ്രൈഡിന് റെന്റലിന്റെ ജ്വല്ലറി ആവശ്യമുണ്ട്. അപ്പൊ നമ്മള് അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പൊ ഇനി നമ്മൾ നേരെ വടക്കാഞ്ചേരിയിലോട്ടാണ് പോകുന്നത്. ഹന ഡ്രിങ്കറ്റ്സ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ വടക്കാഞ്ചേരി ട്രെൻഡ്സിന്റെ തൊട്ടിപ്പുറത്തുള്ള ബാങ്കിന്റെ മേലെയാണ് കേട്ടോ ബിൽഡിംഗ് വരുന്നത്. അപ്പൊ ഇതാ ഞാനും ആംബ്രും സാപ്പിയും കൂടിയിട്ട് പോവാണ്. ആംബ്രു ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ കുറെ വട്ടം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലും ആംബ്രുവിന് ഇതുവരെ കൊണ്ടിട്ടില്ല. ജ്വല്ലറി സെലക്ട് ചെയ്യാൻ കുറച്ചധികം സമയം എടുത്തു ഗൈസ്. ആംബ്രു ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബോറടിച്ചുട്ടെ. കാരണം ഇവിടെ അങ്ങനെ നടക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ ആൾക്ക് പറ്റിയതൊന്നുമില്ലല്ലോ. അതുപോലെ താഴത്തൊക്കെ കുറച്ച് പൊട്ടണ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ വേഗം ആംബ്രും സാപ്പിയും കൂടിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ആൾസിലാണെന്നുണ്ടെങ്കിൽ ആംബ്രു എത്ര നേരം വേണമെങ്കിലും ഇരിക്കും. അപ്പൊ പിന്നെ ഞാൻ അവര് പോയപ്പോ സമാധാനത്തിൽ സമയം എടുത്തിട്ടാണ് കേട്ടോ സെലക്ട് ചെയ്യാനൊക്കെ ഇരുന്നത്. അങ്ങനെ കുറച്ചധികം നേരം സമയം എടുത്തു നമ്മൾ സെലക്ട് ചെയ്ത് വന്നപ്പോ. പിന്നെ ഇതാ അവരെ വെയിറ്റ് ചെയ്ത് താഴത്ത് ഞാൻ നിൽക്കുകയാണ്. പിന്നെ പോണ വഴിക്ക് നമ്മൾ എണ്ണപ്പലഹാരം വാങ്ങിക്കുകയാണ് കേട്ടോ. എന്റെ വ്ളോഗ്സ് കാണുന്നവർക്ക് അറിയാം, എണ്ണക്കടി ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ തന്നെ വയ്യാന്ന്. അങ്ങനെ പിന്നെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ ഇതാ വീട്ടിലെത്തിയപ്പോൾ ലിസ്റ്റും മരുന്നൊക്കെ ഞാൻ നോക്കുകയാണ് കേട്ടോ, എത്ര എണ്ണം എപ്പോഴൊക്കെ കഴിക്കാണ്ടെന്ന്. ഒരു ലോഡ് മരുന്നുണ്ട് ഗൈസ്. ഇതെനിക്ക് കാണുമ്പോൾ തന്നെ തലയ്ക്ക് ഇങ്ങനെ പ്രാന്ത് വരുന്നുണ്ട്.
പക്ഷെ എന്താ ചെയ്യത് കഴിച്ചാലാണ് എൻ്റെ അസുഖം മാറുള്ളൂ. അങ്ങനെ അതൊക്കെ നോക്കിക്കഴിഞ്ഞ് ഞങ്ങൾ ഇതാ ചായ കുടിക്കുകയാണ് കേട്ടോ. ആംബ്രു സോസാണ് കേട്ടോ തൊട്ട് കഴിക്കണത്. എണ്ണപ്പലഹാരം ഒന്നും അങ്ങനെ കഴിക്കില്ല. പിന്നെ ഇതിന്റെ കൂടെ കിട്ടണ ചമ്മന്തി നമ്മൾ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഞാൻ കൂടുതൽ ഈ സോസ് തന്നെയാണ് കൂട്ടി കഴിക്കുക. നല്ല ഇഷ്ടമാണ് സോസും മുട്ട ബജ്ജിയും കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ നമ്മളിരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞതാ ഈ ഒരു സമയമാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സമയം കേട്ടോ. കാരണം ആംബ്രു ഇരുന്ന് കളിക്കും, ഞാനും അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കും, പിന്നെ TV കാണും, അങ്ങനെയൊക്കെയുള്ളൊരു സമയമാണ്. എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഉണ്ടെങ്കിൽ കഴിക്കും. അത് കാരണം എനിക്ക് ഈ ഒരു ടൈം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ആംബ്രുവിന് ഞാൻ ഒരു പാത്രത്തിൽ മാതളനാരങ്ങ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പൊ അവനും ഇങ്ങനെ നടന്നിട്ട് ഓരോ മണി ഇടയ്ക്കിരുന്ന് കഴിക്കും. ഇടയ്ക്ക് അവിടെ ഇവിടെയും കൊണ്ടുപോയിടും, അല്ലെങ്കിൽ തുപ്പിക്കളയും. എന്തായാലും കുറച്ചൊക്കെ അകത്തേക്ക് പൂവിട്ട അവന്റെ അങ്ങ് തരുമോ? മമ്മാക്കില്ലേ കയ്യിൽ മമ്മാക്ക് താ 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 താ. Wheels on the bus go round and round. അച്ചോ തുപ്പിയാ? എന്തിനാ തുപ്പി? നമ്മടെ പൊന്നിന് തിന്നാൻ തന്നതല്ലേ ഗൈസ്. ഒരു കേടും കൂടാണ്ട് നോക്കൂ, ഒരു കേടും കൂടാണ്ട് ഇതാ തുപ്പിയിട്ടുണ്ട്. ബൈ പറയും. പിന്നെ ആംബ്രുവിന് പാമ്പേഴ്സിന്റെ മേലെ ട്രൗസർ ഇട്ട് കൊടുക്കാത്ത വേറെ ഒന്നല്ല കേട്ടോ. അവൻ സമ്മതിക്കാത്തോണ്ടാണ്. ഭയങ്കര കരച്ചിലായിരിക്കും. പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഡ്രസ്സ് ഇടാൻ സമ്മതിക്കുള്ളൂ. അതുകൊണ്ടാണ് ഗൈസ്. സാപ്പി ഇപ്പൊ വരുമ്പോ ചിക്കനും മീനും വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഒരു കവറിൽ നാളെ നമ്മള് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചേക്കുന്നതാണ്. ചില സമയത്ത് ഇവിടെ തീരെ മീൻകാരൻ വരില്ല കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ മീനും അതുപോലെ ചിക്കനും വാങ്ങിച്ചു വെക്കും. കാരണം നമുക്ക് ചോറിനിടയ്ക്ക് പൊരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ കുക്കുംബറും അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. സാപ്പിയുടെ ഡയറ്റിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. സാപ്പി വന്നപ്പോ ഞങ്ങൾ ഇതാ സിനിമ കാണുകയാണ് കേട്ടോ. ഏതെങ്കിലുമൊക്കെ ഒരു സിനിമ രാത്രി ഇങ്ങനെ വെക്കും. പകുതി കാണും, പകുതി കാണില്ല. സാപ്പിയാണ് കേട്ടോ എനിക്കിന്ന് ചോറ് വാരി തരുന്നത്. എനിക്കിങ്ങനെ ഈ തുമ്മലൊക്കെ കൂടിയ സമയത്ത് ചോറ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ എണ്ണപ്പലഹാരം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ പോവും. ചോറ് കഴിക്കാനാണ് ബുദ്ധിമുട്ട്. അതെന്താന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടുള്ള ചായ കുടിക്കണോണ്ട് തന്നെ വിശപ്പ് തീരില്ല ഗൈസ്. വയറ് നിറച്ച് ചായയാണ്. സാപ്പി പറയുന്നത് എന്താന്ന് വെച്ചാല് ഞാൻ ചോറ് കഴിക്കാത്തോണ്ടാണ് കൂടുതൽ എനിക്ക് അസുഖം കൂടണെന്നുള്ളത്. അപ്പൊ സാപ്പിയുടെ സമാധാനത്തിനാണ് എനിക്ക് ചോറ് വാരി തരണത് കേട്ടോ. ആ ചോറ് തിന്നു കഴിഞ്ഞപ്പോ ഞാൻ വീണ്ടും ഒരു ഗ്ലാസ് ചായ കുടിക്കണം കേട്ടോ, കട്ടൻ ചായ. ഈ ഒരു ടൈമിൽ ഞാൻ പാൽ ചായ കുടിക്കല് കുറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുള്ള് കട്ടൻ ചായ ആയിരുന്നു. അപ്പൊ ഇതിങ്ങനെ ചൂടോടെ കുടിക്കുമ്പോൾ ഒരു സുഖമാണ് ഗൈസ്. അതിനിതൊക്കെ കഴിഞ്ഞ് രാത്രി ഞാനിതാ ഫ്രഷായി ഹെയറൊക്കെ ഒന്ന് കെട്ടി വെച്ച് ചെറിയൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാ ഫസ്റ്റ് ഞാൻ ചീർപ്പോണ്ട് ഹെയർ ഒന്ന് ഇങ്ങനെ കോംബ് ചെയ്ത് വെക്കുകയാണ്. ഫസ്റ്റ് ഞാൻ ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ. മുടി നന്നായി കോംബ് ചെയ്തിട്ട് ബാക്കിൽ വെച്ച് കെട്ടുക. അല്ലെങ്കിൽ ഫസ്റ്റ് ഹെയറും എന്തെങ്കിലും ചെയ്തിട്ട് ഫേസിൽ തൊട്ടാ പിന്നെ എനിക്കത് മതി അന്നത്തെ ദിവസം തുമ്മാന്. അപ്പോൾ ഇതാ ഫസ്റ്റ് ഞാൻ എൻ്റെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് ഇടുന്നത്. അത് എടുത്തപ്പോൾ ഇതാ ബനിയന്മ കുറച്ച് പോയി ഗൈസ്. നൈറ്റ് ഞാൻ ഒരു ലോഡ് മോയ്സ്ചറൈസർ ഇടും. കാരണം നമ്മൾ AC കിടക്കുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആവട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു തട്ടിക്കൂട്ട് സ്കിൻ കെയർ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ തുമ്മലൊക്കെ ആവുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനൊന്നും തോന്നില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഒരു ലിപ് ബാമും മാത്രമാണ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് യൂസ് ചെയ്യണുള്ളൂ. അപ്പൊ ഇതൊക്കെ ഒന്ന് മാറിയിട്ട് വേണം നമുക്ക് പഴയതുപോലെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്നത്തെയും പോലെ ഞാനിതാ ഡോട്ട് ആൻഡ് ഗീയുടെ ലിപ് ബാം ആണ് കേട്ടോ യൂസ് ചെയ്യണത്. അങ്ങനെ ഇതാ ഞാൻ ഈ മുടിയൊക്കെ കെട്ടിവെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോയിട്ട് മരുന്ന് കഴിക്കാം. ഉമ്മയാണ് മരുന്ന് എടുത്ത് തരണത്. ഇത്ര മരുന്നാണ് കേട്ടോ ഞാൻ നൈറ്റ് കഴിക്കണത്. രാവിലെ നമുക്ക് വേറെ 2 കൂടി ഉണ്ട്. അങ്ങനെ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ ആംബ്രു ഇതാ ഇവിടെ താഴ്ത്തു വന്ന് നിന്നിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നെ. അങ്ങനെ ആംബ്രുവിനെ എടുത്ത് അവനക്കും കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം കഴിയണം ഗൈസ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.